Hello all, welcome back to the channel. നമ്മൾ നോക്കുന്നത് സി പ്രോഗ്രാമിലുള്ള ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അത് പെർഫോം ചെയ്യുന്നത് ബിറ്റ് ലെവൽ പ്രോഗ്രാമിംഗ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബിറ്റ് വൈസ് ആൻഡ് ഓർ എക്സ് ഓർ ബിറ്റ് വൈസ് നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യണം, ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5 and int y is equal to 3. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന സി പ്രോഗ്രാമിൽ കൊടുക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, ബട്ട് കമ്പ്യൂട്ടറിൽ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? ബൈനറി ഫോർമാറ്റ്. അതായത് കമ്പ്യൂട്ടറിന് എന്താ മനസ്സിലാവുള്ളൂ? സീറോസ് ആൻഡ് വൺസ് മാത്രമേ കമ്പ്യൂട്ടറിന് ആവശ്യമുണ്ടാവും. അപ്പൊ ഇതിന് നമ്മൾ 5ന്റെ ബൈനറി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്കൊരു 4 ഡിജിറ്റ് കൊടുക്കാം. 0 1 0 1 അല്ലേ? ഇത് 2 raised to 0, ഇത് 2 raised to 1. Example, zero into 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 plus 1 into 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 plus 0 into 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 plus 1 into 2 raised to 0 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ഇത് 0 ആയിരിക്കും. 0 into 8 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 1 into 4 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. 1 into 1 എന്ന് പറഞ്ഞാൽ 5 1 ആയിരിക്കും. 4 plus 1 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ബൈനറി നൊട്ടേഷൻ 0 1 0 1. ഓക്കെ, അതേപോലെ തന്നെ വൈയുടെ എത്ര ആയിരിക്കും? 0 0 1 1. ഓക്കെ, നമ്മൾ വാല്യൂ ഡിക്ലെയർ ചെയ്യണം, ഇൻറ്റ് z ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ സെറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0 എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്ററിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ 2 സൈൻ ഉണ്ടായിരുന്നു, 2 ആൻഡ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതിപ്പോ ഈ ആൻഡ് ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ഉണ്ടാവും. ഓക്കെ, നമ്മളിവിടെ പറയണം z ഈസ് ഈക്വൽ ടു a and b, a and x and y. എന്നിട്ട് അതിനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് %d നമുക്കിവിടെ സെറ്റ് പറയാം. ഓക്കെ, ഇപ്പോൾ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഒരു ഓക്കെ, ഇപ്പോൾ എക്സിലുള്ള വാല്യൂ 0, വൈയിലുള്ള വാല്യൂ 0. അങ്ങനെ ആകുമ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതേമാതിരി എക്സിലുള്ള വാല്യൂ 0, വൈയിലുള്ള വാല്യൂ 1. അപ്പം
എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് ആൻഡ് വൈയിൽ 1 ആവുന്നത്, വാല്യൂ 1 ആവുന്നത് എക്സും വൈയും 1 ആയിരിക്കുമ്പോൾ മാത്രമേ എക്സ് ആൻഡ് വൈയിൽ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ഇവിടെ 0 0 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0 വരും. 1 0 എന്ന് പറഞ്ഞാൽ 0. അതായത് 1 1 വന്നാൽ മാത്രമേ 1 വരൂ. 1 നെക്സ്റ്റ് ദിസ് 1 0 1 എന്ന് പറഞ്ഞാൽ 0 വരും. 1 1 എന്ന് പറഞ്ഞാൽ 1. ഇത് ബൈനറിയിൽ എത്രയായിരിക്കും? നമ്പർ 1 ആയിരിക്കും. ഇവിടെ 1 1 2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. കേട്ടോ, നമുക്ക് വാല്യൂ 1 ആയിരിക്കും. ഇത് ആൻഡിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ആകുമ്പോൾ നമ്മളിതില് z ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയുക വെച്ചാല് എക്സ് ഓർ വൈ എന്ന് പറയും. എക്സ് ഓർ വൈ. ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് ഓർ പറയാം. ഓക്കെ, എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോവാം. എക്സിലുള്ള വാല്യൂ 0, വൈയിലുള്ള വാല്യൂ 0. അപ്പോൾ എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സിലോ വൈയിലോ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ 1 ആവും. 0 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആവും. 1 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും. 1 1 എന്ന് പറഞ്ഞാലും ഇവിടെ 1 ആയിരിക്കും. എക്സ് ഓർ വൈയില് എക്സും വൈയും 1 ആയാൽ മാത്രമേ 1 ആവുകയുള്ളൂ. എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ഇപ്പൊ കണ്ടു, എക്സ് ഇവിടെ 0 0 ഫസ്റ്റത്തെ 0 എന്ന് വരുന്നു. രണ്ടാമത്തെ കേസിൽ 1 0 ആണ്, അപ്പോൾ ഇവിടെ 1 വരും. പിന്നത്തെ കേസ് മൂന്നാമത്തെ കേസിൽ 0 1 ആണ്, അപ്പോൾ ഇവിടെ 1 വരും. പിന്നെയും 1 1 വരും, അപ്പോഴും 1 വരും. അപ്പൊ ഇത് എത്രയാണ് നമ്പർ വരിക? 2⁻0. ഇത് 1 2 4 6 7 വരും. അപ്പൊ എക്സ് ഓർ വൈന്റെ വാല്യൂ എത്രയാണ് വരിക? 7 ആണ്. നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. കണ്ടോ, ഓർ ഈക്വൽ ടു 7. അടുത്ത് നമ്മൾ നോക്കുന്നത് ബിറ്റ്വൈസ് എക്സ് ഓർ ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ പറയാം z ഈസ് ഈക്വൽ ടു എക്സ്. നമ്മുടെ 6ന്റെ മുകളിലുള്ള ഷിഫ്റ്റ് അടിച്ചിട്ട് y അടിക്കുക. എക്സ് എക്സ് ഓർ. അപ്പൊ എക്സ് ഓറിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ട്രൂത്ത് ടേബിൾ പോവാം. എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാല് എക്സ് ഓറിന്റെ കേസിൽ വരുന്നത് 2 ഡിജിറ്റും ഡിഫറെന്റ് ആണെങ്കിൽ 1 വരും. 0 1 0 0 വന്നപ്പോൾ 0 ആണ്, 0 1 വന്നപ്പോൾ 1 വന്നു, 1 0 വന്നപ്പോഴും ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, അപ്പോൾ ഇവിടെ 1 വന്നു. ഇനി 1 1 ആണെങ്കിൽ 0 വന്നു. ഓക്കെ, ഡിഫറെന്റ് ആകുന്ന കേസിലാണ് എക്സ് ഓറിന്റെ വാല്യൂ 1 ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഈ കേസിൽ എങ്ങനെ വരും? 0 0 അപ്പോൾ 0 ആണ് വരും. 1 0 അപ്പോൾ 1 വരും. 0 1 അപ്പോൾ 1 വരും.
1 1 അപ്പോൾ 0. അപ്പൊ ഇത് ബൈനറിയിൽ എത്ര വരും? അല്ലാതെ ഡെസിമൽ എത്ര വരും? ഇത് 0, ഇത് 2 4 അപ്പോൾ 6 വരും. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇത് XOR ആണ്. ബിൽഡ് ചെയ്യുക, റൺ ചെയ്യുക. XOR 6 ആയി. നമ്മൾ യൂസ് ചെയ്യുന്നത് നോട്ട് ഓപ്പറേറ്റർ ആണ്, ബിറ്റ്വൈസ് നോട്ട് ഓപ്പറേറ്റർ. അത് യൂണറി ഓപ്പറേറ്റർ ആണ്. അത് നമുക്ക് ഒരു വേരിയബിളിലെ ഒരു വാല്യൂറ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ പറയാം, സെഡ് ഈസ് ഈക്വൽ ടു നമ്മൾ ഈ എസ്കേപ്പിന്റെ താഴെയുള്ള ഉപയോഗിക്കാം മാർക്ക് XOR. ഓക്കെ, ഇത് ശരിക്കും എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മൾ പറയുന്ന എക്സിന്റെ വാല്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കി കാണുക ചെയ്യും. ഇവിടെ 0 1 0 1 ഇവിടെ 0 1 0 1. ഇവിടെ എന്ത് വരും? 1 0, പിന്നെ ഇവിടെ 0 വന്നിട്ടില്ല, അപ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 1 വന്നിട്ടുള്ളത്, അപ്പോൾ 0 വരും. ഓക്കെ, ഇത് കാണാനുള്ളൊരു ഫോർമുലയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോട്ട് ഓപ്പറേറ്റർ കാണുന്ന വെച്ചാൽ -(n+1) പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട്. ഓക്കെ, സോ അത് എത്ര വരും? മൈനസ്, നമ്മൾ 5ന്റെ ആണ് കാണുന്നത്, അപ്പോൾ 5 + 1 6, -6. നമുക്കൊന്ന് റൺ ചെയ്യാം. Not operator of x is equal to z. നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം, റൺ ചെയ്യാം. ജനറേഷൻ ഓഫ് x is equal to -6. എക്സിന് പകരം ഇനി വൈഡ് ഒന്ന് കണ്ടുനോക്കാം. വൈഡ് കാണുമ്പോൾ എത്ര വരും? നമ്മുടെ ഇക്വേഷൻ പ്രകാരം 4 അല്ലെ, 4 -4 പോകും. 3 + 1 -, സോ 4 -4. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Z is equal to not operator y. Printf Z. ഒന്ന് ബിൽഡ് ചെയ്യാം. y is equal to -4. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേറ്റർ ആണ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാ വെച്ചാല് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. */ ഓക്കെ, അപ്പൊ നമ്മള് z is equal to x left shift 1 more. നമ്മൾ printf
X left shift 1 more. Okay. Percentage D Z. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാല് ഇപ്പൊ എക്സിലുള്ള വാല്യൂ തന്നെയാണ് 0 1 0 1 അല്ലെ. ഇതിന് ലെഫ്റ്റിൽ നിന്നൊരു വാല്യൂ കിട്ടും 0 1 0 1 ആണ് എക്സിന്റെ വാല്യൂ. എന്ത് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് ഒരു വാല്യൂ ഒഴിവാക്കും, ഇവിടെ റൈറ്റിലൊരു വാല്യൂ 0 ചേർക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എത്രയും മാറും, 2 8 9. ഇത് 2 raised to 0, ഇത് 2 raised to 1, ഇത് 2 ആണ്, ഇത് 4 ആണ്, ഇത് 8 ആണ്. ഇത് 10. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, എക്സിന്റെ വാല്യൂ എത്രയായി, 2. ഇപ്പൊ ലെഫ്റ്റിലുള്ള വാല്യൂ ഇനി അടുത്ത് നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് എന്താ നോക്കാം. സോ നമുക്ക് പറയാം Z is equal to X right shift 1. ഇതെന്താ ചോദിച്ചിട്ട് ലെഫ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പകരം റൈറ്റിൽ നിന്ന് വാല്യൂ ഒഴിവാക്കും. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വാല്യൂ പിടിക്കും. ഇപ്പൊ 0 1 0 1 അതാണ് 5. ഇവിടുന്ന് വാല്യൂ ഒഴിവായി 0 വെച്ചു. ഇതിന്റെ വാല്യൂ 2 ആയിരിക്കും. നമുക്ക് ബിൽഡ് ചെയ്യാം. എക്സ് റൈറ്റ് ഓഫ് ഓക്കെ. ഓക്കെ, താങ്ക് യു പ്ലീസ്.